ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ. സമയം ഇപ്പൊ 5:15 കേട്ടോ. നമ്മള് 5 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. 5:15. ഏകദേശം നമ്മളവിടെ എത്താൻ എത്ര ടൈം ആവും? ഏകദേശം 5, 6, 7, 8 മണിക്കുള്ളിൽ അവിടെ മാക്സിമം എത്തൂല്ലേ? ഇപ്പൊ നമ്മളെ നല്ല റോഡെല്ലാം ആയതുകൊണ്ട് തന്നെ റോഡ് വന്ന് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ട്രാഫിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് രാവിലെ ആയതുകൊണ്ട്. പിന്നെ അത് മാത്രല്ല ഉമ്മ അവിടെ ഏകദേശം ഒരു 7 മണി 7 ആ സമയമ്പോൾ നിങ്ങള് എത്താൻ വേണ്ടിട്ട് നോക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6-6:30 നമ്മളൊക്കെ എന്തായാലും ലേബർ റൂമിൽ കയറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ ബേബി വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാണോ എന്നുള്ളത് ആഗ്രഹം. എന്തായാലും ആ സമയമാകുമ്പോ അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ലേ? ഉറങ്ങലും ചെയ്തിരിക്കേ. നമ്മള് 4 മണിക്ക് എണീറ്റു കേട്ടാ. 4 മണിക്ക് എണീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. നെസു എണീച്ചിട്ടില്ല. ഉറക്കാന്ന്. ഓക്ക് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പോകുന്ന വഴിക്ക് എണീച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇപ്പൊ എണീപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു മൂടൊക്കെ മൊത്തത്തിലൊരു ഇന്നത്തെ ദിവസം മൊത്തം ആൾക്ക് ഒരു പ്രശ്നമാവും. അതുകൊണ്ട് പോകുന്ന വഴിക്ക് എണീച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഫാത്തിമയുണ്ട്, ഇത്താത്തുണ്ട്, മസീഫുണ്ട്. ഫാത്തിമ ഒരായി പറഞ്ഞേ. നദിയർക്ക് ഇത് ബാഗെല്ലാം കൊണ്ടേക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ടുണ്ടായത്. ഫാത്തിമയും അതല്ലേ. പിന്നെ ഇനി മസീഫ് വേറെ പോണ്ടല്ലോ, ഇത്താത്തിയും ഫാത്തിയൊന്നും വേറെ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് നമ്മളെ കൂടെ തന്നെ ഇന്നലെ നമ്മള് പോയിട്ട് അവരെ പിക്ക് സായറിയും മസീഫും വേറെ സെപ്പറേറ്റ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ ചൂടുവെള്ളം അതന്നെയല്ലേ അത്. ഇത് നിസുവിന്റെ അതെടുത്തോ കഴുകട്ടെ. ജ്യൂസ് വാങ്ങിക്കോ. അത് മാത്രല്ല വണ്ടീന്ന് വെള്ളം കുടിക്കുമ്പോ ഷെയ്ക്കാവല്ലോ. അപ്പൊ ആ സ്ട്രോ വെച്ചിട്ട് എന്നാണ് രാവിലെ അതന്നെ ഇറക്കിയൊക്കെ ഇപ്പൊ വണ്ടീന്ന് ഫുള്ള് ഇത് സഹിക്കണ്ടേ. നെസൂന്റെ ഷോക്സ് ഞാൻ ഓൾറെഡി ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈം ഇതാ 5:30 നമ്മളെ ലൈഫിലേക്ക് ഒരു ബേബി വരുന്ന സമയത്ത് ലൈഫിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ബേബിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൈസ് പിന്നെ അതുപോലെ തന്നെ ലീക്കേജ് ഇവ ഒന്നും നോക്കാണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മള് ബേബീസിന് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീക്ക് ആവും. പിന്നെ അതുപോലെ തന്നെ ബേബീസിന് റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബേബി അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബേബിക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലവ്ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡയപ്പർ നമ്മളെ ബേബിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡയപ്പറിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡയപ്പറിൽ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല. പിന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാ വരുന്നത്. അതുപോലെ തന്നെ എയർ കംഫർട്ടും കൂടിയാണ്. നമ്മൾ ബേബിന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പാൻസിന്റെ അബ്സോർബൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ 500 ml കളർ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമ്മളെ പാൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് നോക്കട്ടെ. നമ്മൾ ടിഷ്യൂവിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ സ്ക്വീസ് ചെയ്ത് നോക്കട്ടെ. ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇതാ സ്ക്വീസ് ചെയ്തിട്ടും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അത്രത്തോളം നമ്മളെ പാൻസ് അബ്സോർബ് ചെയ്തു കേട്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ജെല്ല് പോലെയാണ് ആയിട്ടുള്ളത്. അവിടെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ അലോവേറ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 0 ഇറിറ്റേഷനും കൂടിയാണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മളെ ബേബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ലൈന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബിന്റെ യൂറിൻ നിറഞ്ഞിനോ മനസ്സിലാവാനാണ് കേട്ടോ. യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്ലൂ കളറായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസിന് ശേഷം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാട്ടോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് വേഗം തന്നെ
ഡിസ്പോസ് ചെയ്യാം. അപ്പൊ നമ്മളെ ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ ബേബിന്റെ ഓരോ മന്തിലും ഓരോ സൈസ് ആയിരിക്കും. അപ്പൊ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെസു എണീച്ചേട്ടാ, നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഉമ്മാമില്ലേ എന്ന് വെച്ചിട്ട് എണീച്ച്. പിന്നെ ചോദിക്കുന്നുണ്ട് ഉമ്മാമ ദുബൈയിലേക്ക് പോയോ, ഉമ്മാനെ കാണുന്നില്ല, ഇന്നലെ ഇന്നാന്ന് കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രല്ല ഇത്താത്ത വരുന്ന സമയത്ത് നെസു നല്ല ഉറക്കണ്ട്. എന്നിട്ട് വന്ന കണ്ടവാട് പറഞ്ഞ എല്ലാരും വന്നാ അല്ലേ. നമ്മളെ വർക്കിന് പോകുന്ന സമയത്ത് കുടിക്കുന്നില്ലേ, അവിടെ നിന്ന് കുടിക്കും അല്ലേ. എല്ലാരും ഉണ്ട്. നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് ചായ അല്ല, ഇത് മിൽക്കാന്ന് കേട്ടാ. എതിർക്കിതാ നല്ല ദോശ ചട്നി ഉണ്ട്. ചട്നി ആയിരിക്കും ചട്നി ചട്നി നോയിപ്പോ ഒരു വടയും കൂടെ. വടയും നമ്മള് ചട്നി ദോശ അങ്ങനെയൊക്കെ കേട്ടാ വാങ്ങിച്ചിട്ടുണ്ടായത്. ചായ എല്ലാരും കുടിക്കാന്ന് തട്ടി മറിച്ചല്ലേ പേടിയാവുന്നുണ്ടല്ലേ. ഞാൻ വീഡിയോ തന്നെ ഇങ്ങനെല്ലാം എടുക്കുന്നത് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിട്ട്. എന്റെ ഒരു സൈഡ് നെസു ഉണ്ട്, നെസ് ബേബിയും ഉണ്ട്. എതിർക്കാൻ തന്നെ ഏതോ മാളത്തിന്റെ ഉള്ളിൽ കയറി എലിരെ പോലെ. നിന്റെ സഹായം ഉണ്ട്. ഗൈസ് നമ്മളങ്ങനെ കൊയിലാണ്ടിയിലെത്തിയേട്ടാ. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 33 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നെസു ബേബി നല്ല വൊമിറ്റ് ചെയ്ത് എല്ലാ ഡ്രസ്സിലും ഫുള്ള് നാശാക്കി. നമ്മൾ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് എല്ലാം ക്ലീനെല്ലാം ആക്കി ആക്ക് വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. വീണ്ടും ഉറക്കം തന്നെയാണ്. ബോറടിച്ചിനാ കൊടുത്തു ബോറടിച്ചിനാ? ഇല്ലില്ലല്ല, നമ്മ ഫുൾ ചളി നെതിർക്കാൻ്റെ ഈ ചളി തന്നെ കേട്ടോ നമ്മളെ ഈ ഫുള്ളുണ്ടായിന്. ഫാത്തിമ നീ പറഞ്ഞ പോലത്തെ വണ്ടി അതാ ഫാത്തി, അതാ മുമ്പിലതാ കാണിച്ചരാ ഗൈസ്, കാണിച്ചരാ. ഇത് കണ്ടിട്ടാ ഫാത്തിമ പറഞ്ഞ എന്തോ വണ്ടി പോകുന്നുണ്ട്. അതന്നെ പൊട്ടാത്ത കസാരാന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുക്കുന്നത് ശരിക്കും പൊട്ടൂലായിരിക്കും. പിന്നെ നമ്മള് ഉമ്മ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ റുദനെ ലേബർ റൂമിലേക്ക് കയറ്റി ഇനി അതായത് പെയിന് വരാൻ വേണ്ടിട്ട് ആക്ക് ഇഞ്ചക്ട് ചെയ്യാന്നാ പറഞ്ഞിട്ടുണ്ടായത്. അത് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും എല്ലാവർക്കും വേഗം തന്നെ പെയിന് വരുത്തുന്നുണ്ട്. എന്റെ കേസിലും അങ്ങനെ തന്നെ 2 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് പെയിന് വന്നിട്ടുണ്ടായിനി. അപ്പോ ഇൻഷാ അല്ലാഹ് ഉച്ചക്കുള്ളിൽ ഡെലിവറി ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നുട്ടാ. നമുക്ക് ഇനി ഇതാ എത്ര മിനിറ്റാ, 38 മിനിറ്റിലെ 38 മിനിറ്റും കൂടെ എത്തിക്കാൻ നമ്മൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തും. നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയേട്ടാ. കോഴിക്കോട് ഹോസ്പിറ്റലിലെത്തി. റുദ ഇപ്പം ലേബർ റൂമിൽ തന്നെ ഉണ്ട്. അപ്പൊ പെയിന് വരുന്നുണ്ട് തോന്നുന്നല്ലേ, ചെറുതായിട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പോവാം എവിടെ പോകുന്നു മോളെ? ബേബിനെ കാണാനാ? അസിമി നടക്കൂലേ? നമ്മള് നേരെ തന്നെ പാർക്കിങ്ങിലേക്ക് വന്നു കേട്ടോ. അവിടെ തന്നെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ തന്നെ നിർത്തിയിട്ട് ഇവരവിടെ ഇറക്കിയാൽ മതിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നല്ലേ, എനിക്കറിയില്ല. പാർക്കിംഗ് കുറച്ച് ദൂരം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയേട്ടാ. ലേബർ റൂമിന്റെ പുറത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എതിർക്ക ഇളനീർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ഉമ്മയും നെസു ബേബി മസീഫ് ഉണ്ട് ഇവിടെ. റുദൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇത്താത്തി നമ്മളെല്ലാവരും ഉണ്ട്, അവരെല്ലാവരും വരുന്നുണ്ട്. ഇത് 2 ദിവസം ഉറങ്ങാത്തതുകൊണ്ട് തന്നെ റുദൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ടൈം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആള് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ലേബർ റൂമിൽ കയറ്റി പെയിനൊക്കെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഫീദിനെ വിളിച്ചിട്ടുണ്ട്. ഓന് ഇപ്പം എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ റൂമിൽ വന്നിട്ട് കേട്ടോ ഉള്ളത്. നെസു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല, ഞാൻ പറഞ്ഞില്ല വൊമിറ്റ് ചെയ്തോന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെസുവിന് ഫുഡ് കൊടുക്കിയെന്ന്. റുദൻ്റെ ദീദി ഫുഡെല്ലാം ആക്കിയിട്ടാട്ടോ വന്നിട്ടുണ്ടായത്. ഉമ്മാക്കും അവർക്ക് എല്ലാവർക്കും. അപ്പം നമ്മള് നൂൽപുട്ട് അതന്നെ. പിന്നെ പുട്ടും ഉണ്ട് കേട്ടോ. നെസുവിന് നൂലപ്പാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന. റുദക്ക് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ
എന്താ ഇന്ന് തന്നെ വരും, ഡെലിവറി ഉണ്ടാവും തന്നെ വിചാരിക്കുന്നത്. എല്ലാവരും ലേബർ റൂമിന്റെ പുറത്താട്ടം ഉണ്ട്. അതിന് ഉമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഉമ്മ ഫുഡ് കഴിക്കാ ഓക്ക് പെയിൻ ഉണ്ട്. നീ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡെലിവറി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇപ്പൊ നമ്മള് ലേബർ റൂമിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോയെന്ന് കേട്ടോ. ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യമെല്ലാം പറയാം. ബൈ.